أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. MS വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ 58ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വല്യപ്പമാരെ, വല്യമ്മമാരെ, MS വോയിസിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ട് ഖുർആൻ അറബി എഴുത്തുമായനെയും പഠിച്ച് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്, മകളുടെ വിവാഹം വളരെ റാഹത്തായിക്കൊണ്ട് ഏപ്രിൽ 28-ാം തീയതി ഞായറാഴ്ച നടന്നു. 11:30 മണിക്കാണ് നിക്കാഹ് പറഞ്ഞിരുന്നത്. പാണക്കാട് ഹമീദ് അലി തങ്ങൾ അവർകളാണ് നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചത്. അൽഹംദുലില്ലാഹ്, വളരെ ദൂരത്ത് നിന്ന് തങ്ങളിപ്പോൾ വളരെ നേരത്തോടെ തന്നെ എത്തി. പറഞ്ഞതുപോലെ 11:45 ആയപ്പോഴേക്കും നിക്കാഹ് കർമ്മം നടന്നു. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹാഫിള് അഹമ്മദ് നസീം ബാഖവി ഉസ്താദ് അബുദാബിയിലെ ഷെയ്ഖ് സായിദിൻ്റെ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന ഏക ഒരു ഇന്ത്യക്കാരൻ, അതാണ് അഹമ്മദ് നസീം ബാഖവി ഉസ്താദ്. ആ ഉസ്താദിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ അവസാനത്തിലൊക്കെ ഇടാറുള്ളത്. ആ ഉസ്താദ് നിക്കാഹിനെത്തിയിരുന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഉസ്താദിൻ്റെ സുന്ദരമായ ഖുർആൻ ഖിറാഅത്ത് ഉണ്ടായിരുന്നു. കുറച്ച് നേരം മൂപ്പര് ഖിറാഅത്തൊക്കെ ഓതി. അൽഹംദുലില്ലാഹ്, വളരെ ഭംഗിയായിക്കൊണ്ട് നിക്കാഹ് കർമ്മം നടന്നു. ശേഷം തൊട്ടപ്പുറത്തുള്ള ഹാളിലേക്ക് എല്ലാവരും നീങ്ങി. അവിടെ നമ്മുടെ മക്കളെല്ലാവരും ബുർദ ടീമിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ബുർദ ആലാപന മജ്ലിസ് ഉണ്ടായിരുന്നു. പുതിയാപ്പിളിനെ നമ്മൾ സ്റ്റേജിൽ കയറ്റിയിരുത്തി ബുർദ ആലാപന മജ്ലിസ് ഇങ്ങനെ നടത്തി. അൽഹംദുലില്ലാഹ്, വളരെ റാഹത്തായിക്കൊണ്ട് നിക്കാഹും അതുപോലെ തന്നെ അനുബന്ധ കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഒരു പങ്കുണ്ട്. നിങ്ങളുടെ ശക്തമായ ഇടപെടലുകളും ദ്വാകളും സഹായ സഹകരണവും ഒക്കെ മകളുടെ വിവാഹം വളരെ ഭംഗിയാകാൻ അത് കാരണമായി. മാത്രമല്ല, പലവരും വിളിച്ച് അന്വേഷിക്കുകയും പല ആളുകളും വിദൂര ദിക്കിൽ നിന്ന് കല്യാണത്തിന് പങ്കെടുക്കാൻ വരികയും പങ്കെടുക്കാൻ പറ്റാത്തവർ വിളിച്ച് വിഷമം അറിയിക്കുകയും സുഖാന്വേഷണങ്ങളൊക്കെ അറിയിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഒക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. നമ്മളെ മക്കളുടെ കുടുംബജീവിതം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. ഇനി കുടുംബജീവിതം തുടങ്ങാനിരിക്കുന്നവർക്കും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളതിൻ്റെ അറബി എഴുത്തും വായനയും പഠിപ്പിച്ചു. അത് അറബി എഴുത്തും വായനയും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അത് ക്രമേണ ഒരു നോട്ട് ബുക്കിൽ, വരെയുള്ള നോട്ട് ബുക്കിൽ ഓരോ ക്ലാസ്സും എഴുതി വായിച്ച് പഠിച്ച് അറബി പഠിക്കണം. അതിനുശേഷം ഖുർആൻ പഠിക്കുന്ന ഈ ക്ലാസ്സിലേക്ക് വരണം. അങ്ങനെ ഞാൻ പറയുന്നത് പോലെ ക്രമപ്രകാരം നിങ്ങൾ പഠിച്ചു വന്നാൽ ഒരു 2 മാസം കൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയും. പിന്നെ ഒരു പേജ് ഖുർആൻ ഓതി ഖത്മ് തീർക്കുന്ന ക്ലാസ്സുകളുണ്ട്. തജ്വീദ് പഠിക്കാനുള്ള ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ MS വോയിസിലുണ്ട്. ഇൻഷാ അല്ലാഹ്, നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് MS വോയിസിൻ്റെ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ കാരണമായി ഒരാൾ അറബി പഠിക്കുകയും അങ്ങനെ ഖുർആൻ പഠിക്കുകയും ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഖത്മ് തീർക്കുകയും ചെയ്താൽ അതിൻ്റെ ഒക്കെ പ്രതിഫലം എത്രമാത്രം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്, ഞാൻ ക്ലാസ്സിലേക്ക് വരികയാണ്. അമ്മ ജുസ് മുഴുവനുമായി ബോർഡിൽ എഴുതി പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, അര ജുസ്, അമ്മ ഒരു ജുസ് ആണല്ലോ, അര ജുസ് എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞു. അര ജുസ് കഴിയുന്നത് അര ജുസിന് ശേഷമാണ് സബ്ബിഹിസ്മയും സൂറത്തുൽ ഗാശിയയും വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, അതും നമ്മൾ എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സൂറത്തുകൾ മാത്രമേ ഉള്ളൂ. സൂറത്തുൽ ബലദാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ 114 സൂറത്തുകളാണ്. അതിലെ ഏറ്റവും കൂടുതൽ സൂറത്തുകൾ, ചെറിയ ചെറിയ സൂറത്തുകളുള്ളത് അമ്മ ജുസിയിലാണ്. അമ്മ ജുസിയിലെ 90ാമത്തെ സൂറത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അമ്മ ജുസിയിലല്ല, മൊത്തത്തിലുള്ള 96ാമത്തെ ജുസ്, 96ാമത്തെ സൂറത്ത്. 96അല്ല, 90ാമത്തെ സൂറത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൂറത്തുൽ ബലദ് എത്രാമത്തെ സൂറത്താണ്? 90ാമത്തെ സൂറത്താണ്. ഒന്നാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ സൂറത്തുൽ ബക്കറ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന 90ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബലദ്. ഈ ബലദ് എന്ന് പറയുന്നത്
പരിശുദ്ധമായ മക്കയെക്കുറിച്ച് പറയുന്നതാണ്. ബലദ് എന്ന് പറഞ്ഞാൽ നാട്, രാജ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد. അങ്ങനെ എഴുതാത് നമ്മൾ കുറേ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ക്ലാസ് തുടങ്ങുന്നത്. മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊന്നും എടുക്കാൻ പറ്റാതെ പള്ളിയിൽ നിന്നാണ് ക്ലാസ് എടുക്കാറ്. പള്ളിയിൽ നിന്ന് ഒരു ലോങ് ലീവ് ആയിരുന്നു. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേനും അടുത്ത് തന്നെയാണ് പള്ളി. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. വീട്ടിൽ പിന്നെ എന്തായിരുന്നാലും സ്വസ്ഥമായൊരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അൽഹംദുലില്ലാഹ് കറാഹത്തായി, എല്ലാം കഴിഞ്ഞു, ഫ്രീ ആയി. പള്ളിയിൽ വീണ്ടും ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ സാധാരണ പോലെയായി. അപ്പോൾ ആയതുകൊണ്ട് പിന്നെ ഒട്ടും വഴുകാതെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഈ ആയത്ത് മാത്രമേ ഞാൻ ഓതി തരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ എഴുതും, നിങ്ങൾ ഓതണം കേട്ടോ. നമ്മളെന്താ പറഞ്ഞത്? ലാ ഉഖ്സിമു. പഠിക്കാൻ പോകുന്ന സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ ബലദ്. എന്താ പേര്? സൂറത്തുൽ ബലദ്. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ എഴുതാം. സൂറത്തുൽ ബലദ് എന്ന് എങ്ങനെ എഴുതാ? സൂറത്തുൽ ബലദി എന്നാണ് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സൂറത്തുൽ ബലദ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. ഓക്കെ, സൂറത്തുൽ ബലദാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇങ്ങനെ ചെരിയണമെന്നില്ല, നേരെ എഴുതിയാൽ മതി കേട്ടാ. സൂറത്തുൽ ബലദ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുതാം. നോക്കൂട്ടോ. ലാന്ന് എങ്ങനെ എഴുതാ? ലാന്ന് എഴുതുമ്പോൾ കൂട്ടി എഴുതണം. ലാം അലിഫ്. ലാ. വായിച്ചോളി കേട്ടാ. ഖാഫിന് സുക്കൂന്, സീന് കസറ്. എന്താ വായിക്കുക? ലാ ഉഖ്സിമു. ലാമിനെ നീട്ടാൻ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു അലിഫ് വന്നിട്ടുണ്ട്. അലിഫ് ശേഷം ഹംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മദ് ഉണ്ട്. അപ്പൊ എങ്ങനെ? ലാ ഉഖ്സിമു, ലാ ഉഖ്സിമു. ഇനി നോക്കൂ, ഒരു ബാ, ഒരു ഹാ, ഒരു ദാല്. ഹാ ഇനെ ഇങ്ങനെ കുഞ്ഞലിഫിട്ട് നീട്ടിട്ടാ. എന്താ വായിക്കത്? ദാലാണത്, ഞാ അല്ല. ലാ ഉഖ്സിമു ബിഹാദാ, ബിഹാദാ എന്നായി. ഇനി ഇവിടെ ഒരു അലിഫ്, ഒരു ലാമ്, ഒരു ബാ, ഒരു ലാമ്, ഒരു ധാല്. ഇപ്പൊ എന്താ വായിക്കുക? ലാ ഉഖ്സിമു ബിഹാദാൽ ബലദ്. അങ്ങനെ പറയില്ല. നീട്ടാനുള്ളതിന് ശേഷം സുക്കൂൻ വന്നാൽ നീട്ടാൻ പാടില്ല. അപ്പൊ എന്ന് വായിക്കും? ബിഹാദൽ ബലദ്, ബിഹാദൽ ബലദ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ആയത്ത് അവസാനിച്ചുട്ടാ. അടുത്ത എഴുതണം നോക്കിക്കോളി. ഒരു വാവ്, ഒരു ഹംസ്, ഒരു നൂന്, ഒരു താവ്. വായിച്ചോളി. എന്താ വായിക്കുക? ഇനി ഒരു ഹാ, ഒരു ശദ്ദുള്ള ലാമ്. എന്താ വായിക്കുക? വായിച്ചു കേട്ടുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഒരു ബാ, ഒരു ഹാ, ദാല്. എന്താ വായിക്കുക? ഇനി ഒരു അലിഫ്, ഒരു ലാമ്, ഒരു ബാ, വീണ്ടും ഒരു ലാമ്, ഒരു ദാല്. എന്താ വായിക്കുക? വായിച്ചു നോക്കി. വഅൻത വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഓക്കെ. വഅൻത സാക്കിനാനു ശേഷം താവ് വന്നു. അപ്പൊ ഇങ്ങനെ ഒന്ന് മണിച്ചോദണം. വഅൻത ഇഖ്ഫാ ആണ് അവിടെ നിയമം. ഹില്ലുൻ ലൊമ്മു തൻവീന് ശേഷം ബാവ് വന്നു. ഇഖ്ലാബാണ് അവിടെ നിയമം. അപ്പൊ ഇവിടെ ഈ ലൊമ്മു തൻവീനിലൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു നൂനുണ്ട് എന്ന് പറഞ്ഞു. ആ നൂനിനെ നൂനാക്കി ഓതാൻ പാടില്ല, ബാ ആയിട്ട് ഓതണം. വഅൻത ഹില്ലും ബി. ഖുർആനിലൊക്കെ അവിടെ എന്തുണ്ടാവും? ഇങ്ങനെ ഒരു സംഭവം ഇട്ടുണ്ടാവും, ഒരു മീം ഇട്ടിട്ടുണ്ടാവും. ഈ ലൊമ്മു തൻവീന്റെ മേലെ ഇങ്ങനെ മീം ഇട്ടിട്ടുണ്ടാവും. അപ്പോ ഇവിടെയുള്ള നൂനായിട്ടല്ല മീമായിട്ടാണ് ഓതേണ്ടത് എന്നാണ് പറയുന്നത്. ഈ ഹില്ലുൻ എന്നതിനെങ്ങനെ അഴിച്ചെയ്താ? ദാ ഹി ലു
ഹില്ലുൻ. ഹില്ലുൻ ഇങ്ങനെ എഴുതുക. ഈ നൂനുണ്ടല്ലോ, ഈ നൂനിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് നൂനിന് പകരം എന്ത് ചെയ്യും? ഒരു ലൊമ തൻവീൻ ഇട്ട് കൊടുക്കും. ഇപ്പം എന്തായി? ഹില്ലുൻ. അപ്പം ഈ രണ്ടാമത്തെ ലൊമ്മ എന്തിൻ്റെ സ്ഥാനത്താ? സാക്കിന നൂനിൻ്റെ സ്ഥാനത്താണ്. അപ്പം എല്ലാ തൻവീനുകളിലും ഒരു സാക്കിനായ നൂനുണ്ട്. ആ നൂനിനെയാണ് നമ്മൾ ഇൽഹാർ, ഇഖ്ഫാ, ഇദാമിയുന്ന, ഇദാമിലാവുന്ന, ഇഖ്ലാബൊക്കെ ചെയ്യല്. അപ്പം ആ നൂനിനെ ഇവിടെയും എന്തുണ്ട്? ഇതിലുള്ള ആ നൂന്, രണ്ടാമത്തെ ലൊമ്മിൻ്റെ നൂനിനെ നൂനാക്കി ഉച്ചരിക്കാതെ മീമാക്കി ഉച്ചരിക്കണം. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. സാക്കിനായി നൂനിനെ മീമാക്കി മാറ്റിമറിച്ച് ഉച്ചരിക്കുക. ഇവിടെ ആയത്ത് അവസാനിച്ചു കേട്ടാ. അടുത്ത ആയത്ത് നോക്കിയോളി. ഇതെന്താ വായിക്ക? ഇതെന്താ വായിക്ക? രണ്ട് വാണ്ട്, ഒരു ലാമ്, ഒരു ദാല്, കെസർ. വായിച്ചു നോക്കിയോളി. ഇനി വീണ്ടും ഒരു വാവ്, ഒരു മീമ്, വീണ്ടും ഒരു വാവ്, ഒരു ലാമ്, ഒരു ദാല്. ആയത്ത് അവസാനിച്ചു. വവാലിദിം വ കസ്റ തൻവീന് ശേഷം വാവ് വന്നു. ഇദാംബിയുന്ന അപ്പോൾ ഇവിടെ ഒരു ശബ്ദ് വരും. വവാലിദിം വമാ വലദ എന്നാണ് ആയത്ത് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ വലദ് എന്ന് പറഞ്ഞ് നിർത്തും കേട്ടോ. വവാലിദിം വമാ വലദ്, വവാലിദിം വമാ വലദ്. ഞാൻ അടുത്ത ആയത്ത് ലഖദ്. എങ്ങനെ ഇതാ? ലഖദ്, ലാമ്, ഖാഫ്, ദാല്. ലഖദ്. അടുത്ത ഖലഖ്നാ, ഖലഖ്നാ, ഖാ, ലാമ്, ഖാഫ്, നൂന് നീട്ടാനുള്ളത്. ഖലഖ്നാ, ലഖദ് ഖലഖ്നാ ഇൽ ഇൻസാന. ഇൽ ഇൻസാന, അലിഫ്, ലാം, അലിഫ്. ഇൽ ഇൽ ഇൻസാന. നൂനിങ്ങനെ അടിക്കൂടെ ഇറക്കിയത് പൊന്തിക്കണം കേട്ടാ. ലഖദ് ഖലഖ്നൽ ഇൻസാന എന്നായി. ഇനി അടുത്തത് അതിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ആയത്ത് കഴിഞ്ഞിട്ടില്ല. ഒരു ഫി എന്താ വായിക്കുക? ഫീ കബദിൻ. എന്താ ഇതുണ്ട്? കബദിൻ, കാഫ്, ബാ, ദാല്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദിൻ എന്നുള്ളത് ആയത്ത് അവസാനിക്കാണ്. അപ്പൊ നമ്മൾ എന്ന് പറയണം? ഫീ കബദ്, ഫീ കബദ് അങ്ങനെ പറഞ്ഞ് നിർത്തണം കേട്ടാ. ലഖദ് ഖലഖ്നൽ ഇൻസാന, സാക്കിന സീന് വന്നു കേട്ടാ. ഇൻസാന ഫീ കബദ്. അടുത്തത് അയഹ്സബു. എങ്ങനെ എഴുതാ? അ യഹ്സബു. യാന് പുള്ളിയോട് ഇട്ടു, ഹായിന് സുക്കൂൻ ഇട്ടു. അയഹ്സബു. എന്താ വായിക്ക? അയഹ്സബു, അയഹ്സബു, അയഹ്സബു. വായിക്ക അൻ. അയഹ്സബു അൻ ലൻ. അടുത്തത് ലൻ. അല്ലൻ. സാക്കിന ലാമ് വന്നാൽ ലാമിന് ശ്രദ്ധ ചെയ്യണം. ഇതാംബിലാവുഞ്ഞാണ്. അയഹ്സബു അല്ലൻ. യഖ്ദീറ, യഖ്ദീറ. അങ്ങനെ ഇതാ യാ, ഖാഫ്, ദാല്. യഖ്ദീറ. അയഹ്സബു അല്ലൻ യഖ്ദീറ. അടുത്തത് അലൈഹി, അലൈഹി. അയഹ്സബു അല്ലൻ. സാക്കിന നൂന് ശേഷം അവിടെ ശബ്ദ് വരും കേട്ടോ. നൂന് ശേഷം ലാമ വന്നാലും ശബ്ദ് വരും. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഇദാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശബ്ദ് ചെയ്യാന്നാണ് അർത്ഥം. മണിക്കലോടുകൂടി ഇദാം ചെയ്യാന്ന് പറഞ്ഞാൽ മണി വരാം, ഇങ്ങനെ മണിക്ക. ഇദാം ചെയ്യാന്ന് പറഞ്ഞാൽ ശബ്ദ് ചെയ്യലാണ്. ഇവിടെ സാക്കിന നൂന് ശേഷം ലാമോ റാ വന്നാൽ ഇദ്ഗാമും ബിലാ ഉന്നയാണ്. ഇദ്ഗാം ചെയ്യണം, ഉന്നത് പാടില്ല.
ഉന്നത്ത് പറഞ്ഞാൽ മണിക്കാൻ പാടില്ല. ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധ ചെയ്യണം. അപ്പൊ ഇവിടെ സാക്കിന നൂനേശം യാ ആണ്. നൗമി എന്ന പദത്തിലെ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരാണ്. നൂന്, വാവ്, മീമ്, യാ, അതാണ് നൗമി. ഇതിലെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ സാക്കിന നൂനെയും തൻവീനെയും എന്ത് ചെയ്യണം? മണിച്ച് മറച്ച് ഉച്ചരിക്കണം. ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അപ്പൊ ഇവിടെ ശബ്ദ് വരും, ഇവിടെ ശബ്ദ് വരും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ മണിക്കാൻ പാടില്ല, ഇവിടെ മണിക്കണം. അപ്പൊ എങ്ങനെ? അയഹ്സബു അല്ല, ഇവിടെ സാക്കിനായി നൂനില്ലാത്ത പോലെ. ഇതില്ലെങ്കിൽ അപ്പൊ നമ്മളെങ്ങനെ ഓതാ? അയഹ്സബു അല്ല, അല്ല, നൂനില്ലാത്ത പോലെ ഓതണം. ഇവിടെ നൂനുള്ളത് പോലെ ഓതണം. നൂനുണ്ടാക്കിയിട്ട് വെളിവാക്കാതെ മണിച്ചോതണം. ഇവിടെ ഇല്ലാത്ത പോലെ ഓതണം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ലൻ യഖ്ദിറ അലൈഹി, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി. അടുത്ത അഹദുൻ, അഹദുൻ എങ്ങനെ ഇതാ? അഹദുൻ ആയത് അവസാനിച്ച് അപ്പൊ അഹദ് എന്ന് പറഞ്ഞ് നിർത്തും. അപ്പൊ ഇവിടെ നിന്ന് മതി മക്കളെ. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അടുത്തത് ഇനി അടുത്തത് ശ്രദ്ധിച്ചോളെ. യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ. യഖൂലു എങ്ങനെ ഇതാ? യാ ഖാഫ് വാവ്. യഖു ഇപ്പൊ എന്താ? യഖൂലു അഹ്ലക്തു അഹ്ലക്തു അഹ്ലക്തു. യഖൂലു അഹ്ലക്തു മാലൻ മാലൻ. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. ആയത്ത് അവസാനിച്ചു. അടുത്ത ആയത്ത് ഇനി വീണ്ടും അയഹ്സബു ആണ് കേട്ടോ. ഇവിടെ നമ്മൾ അവിടെ ഇനി അയഹ്സബു അല്ലം യറഹു അഹദ്. നേരത്തെ എന്താ പറഞ്ഞത്? അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഇതുപോലത്തെ ഒരു ആയത്താണ് അടുത്തത്. അയഹ്സബു അല്ലം യറഹു അഹദ്. എങ്ങനെ? അയഹ്സബു അയഹ്സബു അയഹ്സബു. ഓക്കെ. അയഹ്സബു അല്ലം, ഇവിടെ അൻ ലം. അയഹ്സബു അല്ലം യറഹു അഹദ്. യറഹു. യഹ്സബു അല്ലം യറഹു അഹദ്. അയഹ്സബു അല്ലം യറഹു അഹദ്. പറയും മക്കളെ. അയഹ്സബു അല്ലം യറഹു അഹദ്. ആയത്ത് അവസാനിച്ചു. ഓക്കെ. ഇനി അടുത്ത ആയത്ത്. രണ്ടായത്ത് കൊണ്ട് എടുത്താ നമ്മൾ നിർത്താണ് കേട്ടാ. അലം നജ്അൽ ലഹു ഐനൈൻ. അലം എങ്ങനെ? അലം അലം. നജ്അൽ, നജ്അൽ ലഹു എന്നാണ് കേട്ടാ. നജ്അൽ, നജ്അൽ. അലം നജ്അൽ, ലാമാടി കൂടെ എടുത്ത് മേലേക്ക് വരണം. നജ്അൽ, അലം നജ്അൽ ലഹു. നീ ലാമും ഹാവും കൂട്ടിയത. ഇവിടെ സാക്കിനായ ലാമിന് ശേഷം ഹർക്കത്തുള്ള ലാമ് വന്നു. ഒരേപോലത്തെ ലാമ് വന്നു. ആദ്യത്തെ ലാമിന് സുക്കൂനും രണ്ടാമത്തെ ലാമിന് ഹർക്കത്തും വന്നാൽ ഈ ലാമിനെ ഈ ലാമിലേക്ക് ചേർത്ത് ശദ്ദ ചെയ്ത് ഉച്ചരിക്കണം. ഇതിനെ പറയുന്ന പേരാണ് ഇദ്ഗാം മുത്തമാസിലീന്. ഇദ്ഗാം മുത്തമാസിലീന് ഒരേപോലത്തെ അക്ഷരങ്ങൾ ഒരുമിച്ച് വരികയും ആദ്യത്തേന് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തുമായി വന്നാൽ ആദ്യത്തേനെ പിടിച്ച് രണ്ടാമത്തേൽ ഒട്ടിച്ച് ശദ്ദ ചെയ്ത് ഒറ്റ അക്ഷരമായിട്ട് ഉച്ചരിക്കണം. ഇതിനെ പറയുന്ന പേരാണ് ഇദ്ഗാം മുത്തമാസിലൈനി. അപ്പൊ അലം നജ്അൽ ലഹു, അലം നജ്അൽ ലഹു ഐനൈനി. ഐനൈനി രണ്ട് കണ്ണ് എന്നർത്ഥം. ഐനൈനി എങ്ങനെ ഇതാ? ഐ ന ഇ നി. ഐനൈനി
അലം നജ്അൽ ലഹു ഐനൈൻ. ചെറിയ ആയത്താണ്, ആയത്ത് അവസാനിച്ചു. അടുത്തത് വലിസാനൻ വശഫതൈൻ. എങ്ങനെ ഇതാ വലിസാനൻ വലിസാനൻ വശഫതൈൻ. വശഫതൈൻ എങ്ങനെ ഇതാ വശഫതൈൻ വശഫത യാ വശഫതൈൻ. ആയത്ത് അവസാനിച്ചു. വലിസാനൻ വശഫതൈൻ. അടുത്തത് വഹദൈനാഹു നജ്ദൈൻ. വഹദൈനാഹു. വഹദൈനാഹു ഇവിടെ കുഞ്ഞലിഫാണ് കേട്ടാ. വഹദൈനാഹു എന്നായിപ്പോ. വഹദൈനാഹു നജ്ദൈൻ. അലിഫ് ലാമ് നൂന് ജീമ് ദാല്. നജ്ദൈൻ. വഹദൈനാഹു നജ്ദൈനി എന്നാണ് ആയത്ത് അവസാനിക്കുമ്പോൾ വഹദൈനാഹു നജ്ദൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 5-6 ആയത്തുകൾ പഠിച്ചു, 10 ആയത്ത് പഠിച്ചു സൂറത്തുൽ ബലദിലെ. അപ്പൊ നോക്കൂ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ബിഹാദ എന്ന് പറയരുത്, ദാലിന് പുള്ളിയുണ്ട്. ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ് യഖൂലു അഖ്ലഖ്തു മാലൻ ലുബദാ അയഹ്സബു അൻ ലം യറഹു അഹദ് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അല്ല, ഇവിടെ നിർത്തട്ടാ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. സദഖല്ലാഹു മൗലാനൽ അളീം. ഇൻഷാ അല്ലാഹ് പലവട്ടം ഈ വീഡിയോ കണ്ട് എഴുതി വായിച്ച് പഠിക്കുക, ഓതി പഠിക്കുക. അതിന് പുറമെ ഹാഫിദ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് ആ ഉസ്താദിന്റെ ശൈലിയിൽ നല്ല വൃത്തിയായിട്ട് ഓതാൻ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹാഫിദ് അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് കേൾക്കല്ലേ? എന്നാ കേട്ടോളി മക്കളെ. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا
أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്തില്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് 90 സൂറത്തായി അല്ലേ. 114 സൂറത്തിൽ ഇനി എത്ര സൂറത്തുണ്ട്? 24 സൂറത്താണ് ബാക്കിയുള്ളത്. അതിൽ ചെറിയ സൂറത്തും വലിയ സൂറത്തൊക്കെ ഉണ്ട്. ഒരു 10-20 ക്ലാസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ അമ്മ ജുസ് എഴുതി വായിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് കഴിയും. അതോടുകൂടി നിങ്ങൾ പക്ക ഓതാൻ പഠിക്കുന്നവരായിരിക്കണം, നല്ല രീതിയിൽ ഓതാൻ അറിയുന്നവരായിരിക്കണം കേട്ടാ. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് ഖുർആൻ ഓതുന്ന ഖത്തമുൽ ഖുർആൻ മജ്ലിസ് ഉണ്ട് സുബൈൻ്റെ ശേഷം 5:30 മണിക്ക് ഇപ്പോൾ തുടങ്ങുന്നു 5:35. അതിൻ്റെ കൂടെ ഒരു പേജ് പലവട്ടം ആവർത്തിച്ച് ഓതി ഇങ്ങനെ ഖത്തമ് തീർക്കണം. ഓക്കെ, അല്ലാഹു തൗഫീഖ് ആയിട്ട്. അപ്പോൾ നമുക്ക് ദുആർക്കല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബേ, തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ പഠിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ഒരു ആവർത്തിയെങ്കിലും ഒരു വട്ടമെങ്കിലും സുന്ദരമായ ശൈലിയിൽ തെറ്റുകൂടാതെ ഖത്മ് തീർക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു പലവരും, ചെറിയവരും വലിയവരുമായ ആളുകൾ. എല്ലാവർക്കും ഓർമ്മശക്തി, ബുദ്ധിശക്തിയിൽ ആദബ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പല സന്ദർഭങ്ങളിലായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ എന്നാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ എന്നാ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീക്കി ഖൈറിലാക്കണേ എന്നാ. മഈശത്തിൻ്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ എന്നാ. വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ ജോലികളിൽ ബർക്കത്ത് നൽകണേ എന്നാ. അള്ളാഹുവെ, ജോലി ചെയ്യാനുള്ള ആയുരാരോഗ്യം നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പല സന്ദർഭങ്ങളിലൊക്കെ വ്യക്തിപരമായി ഹദിയകളൊക്കെ അയച്ചു തന്ന് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ സഹായിച്ച് സഹകരിച്ചവരുണ്ട്. എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം അവർക്ക് ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സാമ്പത്തിക ഉറവിട മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഖൈറായ ജോലികൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർ റാഹത്തായി വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് കൺകുളിർമയുള്ള ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളും കരകയറ്റിലും ലോക വിജയങ്ങളും ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങൾ ഉസ്താദുമാർ 1-ാം ക്ലാസ് മുതൽ അലിഫ് പഠിപ്പിച്ചു തന്ന് അദബും പഠിപ്പിച്ചു തന്ന് റബ്ബെ, അങ്ങനെ ഞങ്ങളെ മദ്രസയിലൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ പലവരും മരിച്ചുപോയി റബ്ബെ. അവർക്കൊക്കെ മൗഫിറത്ത് നൽകണേ അല്ലാ. അള്ളാഹു, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അമ്മോശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെ ഇൽമു പഠിപ്പിച്ചു തന്ന എൻ്റെ ഉസ്താദുമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ പലവരും മരിച്ചു പോയിട്ടുണ്ട് അല്ലാ. അതുപോലെ എൻ്റെ ദുആക്ക് ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും നീ മൗഫിറത്ത് നൽകണേ അല്ലാ. അവരുടെയൊക്കെ ഖബറിലേക്ക് ഒരു പ്രകാശമായി ഞങ്ങൾ ഈ ഓതിയതായ പരിശുദ്ധമായ ഖുർആന്റെ മിസ്ല സവാബിന് എത്തിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നാടുകളിൽ പലവടും കഠിനമായ ചൂടാണ് റബ്ബേ. അള്ളാഹുവേ, കിണറുകളും കുളങ്ങളും വെള്ള സ്രോതസ്സുകളും ഒക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു അല്ലാ. കുടിക്കാൻ വെള്ളമില്ലാതെ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് വെള്ളമൊക്കെ കോരിക്കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്. റഹ്മാനായ റബ്ബേ, അള്ളാഹുവെ, സമൃദ്ധിയായി മഴ നൽകണേ അല്ലാ. നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട മഴ നീ തടഞ്ഞു വെച്ചാൽ അത് തരാൻ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ അല്ലാ. റബ്ബേ, നീ മഴ നൽകണേ അല്ലാ. അല്ലാഹുമ്മ സ്കിനാ ഗൈസം മുഗീസ, അല്ലാഹുമ്മ സ്കിനാ ഗൈസം മുഗീസ, അല്ലാഹുമ്മ സ്കിനാ ഗൈസം മുഗീസൻ വലാ തജഅൽനാ മിനൽ ഖാനിതീൻ.
റഹ്മാനായ റബ്ബേ, നിന്റെ മഹനുഫദൽ കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വീകാര്യോഗ്യരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നന്നായി ഓതി എഴുതി വായിച്ചൊക്കെ പഠിക്കുക. പരമാവധി ആളുകളിലേക്ക് നമ്മളെ MS വോയിസിൻ്റെ സന്ദേശം ഷെയർ ചെയ്തു കൊടുക്കുക. മദ്രസൊക്കെ തുറന്ന സമയമാണ്. ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, പഠിച്ചിട്ട് പഠിയാത്തവർ, 1-ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റവർ, 2-ന് 3 കൊല്ലം തോറ്റവർ, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അവർക്കൊക്കെ നമ്മളെ ചാനലുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ, ആ വഴിയിലൂടെ ആ നാം ചെയ്യുന്ന നന്മയിൽ നിന്ന് മറ്റുള്ളവർക്കും കൂടി നന്മ ഉൾക്കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിവാഹമൊക്കെ ഭംഗിയാകാൻ വേണ്ടി ദുആ ചെയ്തതുപോലെ ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ ഒക്കെ കുടുംബജീവിതം നന്നാവാനും സന്തോഷത്തിനും റാഹത്തിലാകാനും സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകാനൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരക്കണം. മുസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.